അപ്പൊ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ താമസിക്കുന്ന സ്ഥലം, അതിലെന്റെ കാല് വെക്കുന്ന വിരല് വെക്കുന്ന സ്ഥലത്തിന് പോലും അവകാശവാദം ഉന്നയിച്ച് ഇവർ വന്നാൽ ഞാൻ അത് ഇവർക്ക് വിട്ടുകൊടുക്കും. പാരത്രിക ലോകത്ത് മറ്റൊരാളുടെ ഒരു ഇഞ്ച് സ്ഥലം എന്റെ കൈവശം ഞാൻ വെച്ചു എന്നെനിക്ക് കേൾക്കുന്നത് സുഖകരമല്ല. അന്യായമായി ഒരാളുടെ ഒരു ചാണ് പോലും എന്റെ പക്കൽ ഉണ്ടാകാൻ പാടില്ല. അതെന്റെ നിബന്ധനയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം പോലും ഇവർ ചോദിച്ചാൽ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമാണ്. അപ്പോഴാണ് കുടുംബക്കാര് മുഴുവനും ഏറ്റുപറഞ്ഞത്, ഞങ്ങളൊരു പരീക്ഷണത്തിന് തയ്യാറായതാണ്, ഞങ്ങൾ തോറ്റുപോയി, നിങ്ങൾ തന്നെയാണ് വിജയിച്ചത്. ഞങ്ങൾ വാദിച്ച സ്ഥലം ഞങ്ങളുടേതല്ല, അത് നിങ്ങളുടേത് തന്നെയാണ്. നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. സഹോദരങ്ങളെ, കുന്നാ ഇദാ ദുലിംനാ സബർനാ, അക്രമം വന്നാൽ ഞങ്ങൾ സഹിക്കും. വഇദാ സീഅ ഇലൈനാ അഫൗനാ, ആരെങ്കിലും മര്യാദക്കേട് കാണിച്ചാൽ, അപമര്യാദയായി വല്ലതും ചെയ്താൽ, വല്ലതും പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, പൊരുത്തപ്പെട്ടു കൊടുക്കും. വഇദാ ജുഹില അലൈനാ, വിവരക്കേട് വല്ലതും പറഞ്ഞാലോ ചെയ്താലോ, ഹലിംനാ, ഞങ്ങൾ സഹിക്കും. അല്ലേ? പണ്ഡിതന്മാരെ നോക്ക്, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ എത്ര മഹാന്മാരുണ്ട്. അങ്ങനെ അവരൊക്കെ കുറ്റം പറഞ്ഞ് വേദനിപ്പിച്ച ആൾക്കാർ വന്ന്, ഉസ്താദേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. സാരല്ല, അല്ലാഹു തആല ഞങ്ങൾക്കും ഞമ്മക്കൊക്കെ മാപ്പാക്കി തരട്ടെ. നല്ല റാഹത്തോടെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് നല്ലവർക്ക് ജീവിച്ചോളി, ഒരുപാട് അമൽ ചെയ്തോളി, ദുന്യാവ് കുറച്ചേ ഉണ്ടാവുള്ളൂ. നല്ല ഉപദേശം കൊടുത്തു വിടുമ്പോൾ കണ്ടു നിൽക്കുന്ന ആൾക്കാരെന്താ പറയുന്നത്? അങ്ങനെയാണ് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു, അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നത്. മഹത്തുക്കൾ അങ്ങനെയാണ്, അവർ പൊരുത്തപ്പെട്ടു കൊടുക്കും. എത്ര അനാവശ്യം പറഞ്ഞ ആളാണെങ്കിലും, വിവരക്കേട് പറഞ്ഞ ആളാണെങ്കിലും അവരും നന്നാകണം, അവരും രക്ഷപ്പെടണം, അവരും ആഖിറത്തിൽ സലാമത്താകണം എന്നാണ് അവരുടെ മനസ്സിലുള്ള മോഹം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരൊറ്റ ഇടപെടൽ കൊണ്ട് കുടുംബം മുഴുവനും എല്ലാ അർത്ഥത്തിലും അവർ നന്നായി. മഹാനവറുകളുടെ സ്വഭാവത്തിന്റെ പിന്നാലെ നിന്നുകൊണ്ട് രൂപഭാവങ്ങളൊക്കെ മാറിപ്പോയി. അവരെ മര്യാദക്കേട് കാണിച്ച ആൾക്കാർക്ക് എത്ര ആൾക്കാർക്ക് മാപ്പെടുത്ത്, വിവരക്കേട് പറഞ്ഞ എത്ര ആൾക്കാർക്കാ അവർ സഹനം ചെയ്തത്, പൊരുത്തപ്പെട്ടു കൊടുത്തത്.